നടക്കങ്ങോട്ട്. നമസ്കാരം. എന്താ ഇവിടെ? ഇവനൊരു പ്രതിയാണ്. ഇവൻ സ്വന്തം കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോ അതിന്റെ ഒരു തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മിമിക്രി ഫ്ലോർ അല്ലേ? ആ, അവിടെ ഇത് ഇങ്ങനെ ഒരു ആളെ കൊണ്ട് പോലീസ് വരേണ്ട കാര്യം എന്താണ്? ഇവന്റെ നിപ്പ് കണ്ടോ? ഇവനൊരു ക്രിമിനലാ, പക്ക ക്രിമിനലാ. ഇവന്റെ കീഴ്ത്തോടിക്കൊരു തൊട്ട് വെച്ച് കൊടുക്കണം. നിപ്പവന്റെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കരുതോ? തെളിവെടുക്കാൻ പറ്റുമോ? നീ എങ്ങനെയാണ് അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? പറയണ അവരോട്. ഞാൻ പറയാം, എനിക്ക് കണ്ണി കണ്ടവരോടൊക്കെ പറയേണ്ട കാര്യം എന്താ? നീ ഇപ്പൊ പറയണ ഇവരോട് കാര്യങ്ങൾ പറയണ, അവരോട് കാര്യങ്ങൾ പറയട്ടാ. ഞാൻ ചെയ്തോ? എന്ത്? ഞാൻ അവിടെ തലക്കടിച്ചതാ, കമ്പിപ്പാരയ്ക്ക് തലക്കടിച്ചതാ, സത്യമാണ്. അതല്ല, എന്തിനാ അങ്ങനെ എന്തിനാ എന്താ സംഭവം എന്നറിയോ? 10 വർഷമായിട്ട് ഞാൻ അവളോട് പ്രണയമായിരുന്നു. എന്നിട്ട് ഈ അടുത്ത സമയത്ത് അവക്കൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ആലോചന വന്നപ്പം എന്നെ ജ്യൂസ് കുടിക്കാൻ ക്ഷണിക്കുന്നു, എനിക്ക് കഷായം തരാൻ ശ്രമിക്കുന്നു. ഇതിലൊക്കെ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയപ്പം എനിക്ക് പണി കിട്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പണി കൊടുത്താ. അപ്പോ എന്ന് പറഞ്ഞാലേ ഇവൻ അടിച്ച കമ്പിപ്പാര ഇവിടെ എവിടെയോ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കുഴിമാന്തി എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാം. എവിടെ? ഈ ഫ്ലോറിലോ? ആ, എവിടെ? എവിടെയാ കുഴിച്ചിട്ടേക്കണ നീ കമ്പിപ്പാര? വേഗം ആവട്ടെ. കുടിച്ചിട്ടോ? ആ, 2 ആൾക്കാർ അവിടെ ഇരിപ്പില്ലേ? ഉവ്വ നടുക്കൊരു മനുഷ്യൻ ഇരിപ്പില്ലേ? ഉവ്വ. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ആ ഭാഗത്താണ് കുഴിച്ചിട്ടേക്കുന്നത്. അയ്യോ, സാറേ, അപ്പൊ നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറി തരണം. ഞങ്ങൾക്ക് അവിടെ കുഴി കുത്തണം. ഇവിടെ കുഴിക്കാൻ പറ്റില്ല, ഇത് സെറ്റാണിത്. എന്ത് സെറ്റാണെങ്കിലും ഞങ്ങളത് പൊളിച്ച് ലക്ഷങ്ങള് മുടക്കി ഇട്ടിരിക്കുന്ന സെറ്റാണ് അമൃത ചാനല്. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. എന്തേ? അവരൊക്കെ സിനിമാക്കാരാ. നമ്മളെങ്ങാനും കുടിച്ച് ചെല്ലുമ്പോ ഈ സാധനം അവിടെ ഇല്ലെങ്കിൽ അതെ. വലിയ കേസാവും. ആ, അത് ഇപ്പൊ പറഞ്ഞ ഞങ്ങള് കേട്ട്. മാത്രല്ല ഞങ്ങള് FB ലൈവും പോവും. ഇതിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് കുഴിച്ചിട്ട് ഇതെങ്ങാനും ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പണിത് കണ്ടി വരും ഈ ഫ്ലോറ്. ഞാനാ? ആ, എന്റെ സാറേ, എനിക്ക് ഒരു മാസത്തെ ശമ്പളം കിട്ടുന്നത് 2 കുഴിമന്തി ഉൾക്ക് മേടിച്ചു കൊടുക്കണം, 2 ചുരിദാർ മേടിച്ചു കൊടുക്കണം, 1 സാരിയും മേടിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് എണ്ണുച്ചുട്ടപ്പം പോലെ നിസ്സാര കാശ് കൊണ്ടാണ് ഞാൻ വീട്ടിൽ അല്ല പോകുന്നത്. നിങ്ങളെ ഭാര്യയാണത്? എന്റെ ഭാര്യയല്ല, എന്റെ സഹപ്രവർത്തകയാണ്. എന്നിട്ട് ഇവർക്ക് മേടിച്ചു കൊടുക്കണ എന്തിനാണത്? അല്ല, അവള് വീട്ടിലെ പ്രാരാബ്ദങ്ങള് അവളൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോ ഞാൻ മേടിച്ചു കൊടുക്കും. സാറിന് എന്നോട് ഭയങ്കര ദയ. മനസ്സിലായി. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യമില്ലേ, അതായത് നിങ്ങൾ ഇവിടെ കുഴിച്ചു നോക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ തരാം. കാരണം ചിലപ്പോ നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മാറേണ്ടി വരും. പക്ഷെ ഇവിടെ കുഴിച്ചു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഫ്ലോർ ഇതുപോലെ തന്നെ പണിതേണ്ടി വരും.